നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകൾ, വിശേഷങ്ങൾ മിഡിയസ്റ്റ് അവറിൽ അറിയാം. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ക്രിസ്മസും പുതുവത്സരവും നാട്ടിൽ കൂടാമെന്ന് പ്രതീക്ഷിച്ച ഒമാനിലെ പ്രവാസികൾക്ക് തിരിച്ചടി. ഈ മാസം 18 മുതൽ 25 വരെ കഴുത്തറപ്പൻ നിരക്കാണ് വിമാന കമ്പനികൾ ഈടാക്കുന്നത്. 19-ന് 146 റിയാലും 20-ന് 468 റിയാലുമാണ് മസ്കറ്റിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ഒമാൻ എയർ നിരക്ക്. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ ശൈത്യകാല അവധിക്ക് വേണ്ടി അടയ്ക്കുകയാണ്. സ്കൂളുകൾക്ക് ഈ വർഷം 2 ആഴ്ചത്തെ അവധി മാത്രമാണുള്ളത്. ക്രിസ്മസും പുതുവത്സരവും ആഘോഷിക്കാൻ നാട്ടിൽ പോകുന്നവരും നിരവധിയാണ്. ഈ സമയത്ത് മസ്കത്തിൽ നിന്ന് കേരള സെക്ടറിലേക്കുള്ള വിമാന നിരക്കുകൾ കുത്തനെ വർദ്ധിച്ചിട്ടുണ്ട്. ഈ മാസം 18 മുതൽ 25 വരെ വൻ നിരക്കുകളാണ് വിമാന കമ്പനികൾ ഈടാക്കുന്നത്. കോഴിക്കോട്ടേക്ക് ഒമാൻ എയർ ഈ മാസം 19-ന് 146 റിയാലും 20-ന് 468 റിയാലും 21-ന് 222 റിയാലുമാണ് ഈടാക്കുന്നത്. ഈ മാസം 24 മുതലാണ് ഒമാൻ എയറിന്റെ കോഴിക്കോട്ടേക്കുള്ള നിരക്കുകൾ കുറയുന്നത് തന്നെ. കൊച്ചിയിലേക്ക് ഒമാൻ എയർ ഈ മാസം 19-ന് 119 റിയാലും 20-ന് 481 റിയാലുമാണ് വൺ വേക്ക് നൽകേണ്ടത്. തിരുവനന്തപുരത്തേക്ക് 19-ന് 293 റിയാലും 20-ന് 627 റിയാലുമാണ് നിരക്ക്. ബജറ്റ് വിമാന കമ്പനിയായ സലാം എയറും കോഴിക്കോട്ടേക്ക് ഉയർന്ന നിരക്കുകൾ തന്നെയാണ് ഈടാക്കുന്നത്. ഈ മാസം 18-ന് കോഴിക്കോട്ടേക്കുള്ള നിരക്ക് 110 റിയാലാണ്. 19-ന് 179 റിയാലും 20-21 തീയതികളിൽ 96 റിയാലും 22-ന് 78 റിയാലുമാണ് വൺ വേക്ക് നൽകേണ്ടത്. അതേസമയം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സൈറ്റുകളിൽ നിരക്കുകൾ ലഭ്യമാവുന്നില്ല. എങ്കിലും അവധിക്കാലത്ത് വൺ വേക്ക് 70 റിയാലിൽ കൂടിയ നിരക്കുകൾ തന്നെയാണ് കോഴിക്കോട്ടേക്ക് എയർ ഇന്ത്യക്ക് നൽകേണ്ടത്. തിരുവനന്തപുരത്തേക്കാണ് എയർ ഇന്ത്യക്ക് ഏറ്റവും കൂടിയ നിരക്കുള്ളത്. 19 മുതൽ 24 വരെ കണ്ണൂരിലേക്ക് 100 റിയാലിൽ കൂടിയ നിരക്കാണ് എയർ ഇന്ത്യക്ക് നൽകേണ്ടത്. മീഡിയ 1 മസ്കത്ത്. സമുചിതമായ ദേശീയ ദിനം ആഘോഷിച്ച് ഖത്തർ. പരേഡും വെടിക്കെട്ടുമില്ലാതെയാണ് ഇത്തവണത്തെ ആഘോഷം. അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി പൊതുജനങ്ങൾക്ക് ദേശീയ ദിനാശംസകൾ നേർന്നു. ഖത്തറിലെ സ്വദേശികളെയും പ്രവാസികളെയും അഭിനന്ദിച്ചുകൊണ്ടാണ് അമീർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ ദേശീയ ദിനാശംസകൾ നേർന്നത്. ഇത്തവണ സൈനിക പരേഡും വെടിക്കെട്ടുമില്ലാതെയാണ് ദേശീയ ദിനാഘോഷം. എന്നാൽ രാജ്യത്തിന്റെ ഐക്യവും പ്രതാപവും വരും തലമുറയിലേക്ക് കൈമാറുന്നതിനായി വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നു. സ്ഥിരം ആഘോഷവേദിയായ ദർബൽ സായി തന്നെയാണ് പ്രധാന കേന്ദ്രം. ഇതിനു പുറമെ മിഷേരിബ്, ഖത്താറ, പേൾ ഖത്തർ, ഓൾഡ് ദോഹ പോർട്ട് തുടങ്ങിയിടങ്ങളിലെല്ലാം ആഘോഷ പരിപാടികൾ നടന്നു. കെട്ടിടങ്ങളിൽ ദേശീയ പതാകകളും തോരണങ്ങളും തൂക്കിയും വാഹനങ്ങൾ അലങ്കരിച്ചും പൊതുജനങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആഘോഷം തുടങ്ങിയിരുന്നു. മീഡിയ 1 ദോഹ. ആകാശത്ത് ദേശീയ ദിനം ആഘോഷിച്ച് ഖത്തറി സ്കൈ ഡൈവർ സാലിം അൽ മർഗി. പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച് ഖത്തറിന്റെ പതാകയുമായി സ്കൈ ഡൈവിംഗ് നടത്തിയാണ് സാലിം അൽ മർഗി ദേശീയ ദിനം ആഘോഷിച്ചത്. ദൃശ്യങ്ങളിലേക്ക്. സൗദിയിൽ ടൂറിസം മേഖലയിൽ ജോലിയെടുക്കുന്ന ജീവനക്കാരുടെ എണ്ണത്തിൽ വർധനവ്. രാജ്യത്തെ ടൂറിസം പദ്ധതികളിലെ ജീവനക്കാരുടെ എണ്ണം 9.5 ലക്ഷം കവിഞ്ഞതായി അതോറിറ്റി പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. സ്വദേശികൾക്ക് പുറമെ വിദേശികളും മേഖലയിൽ സജീവമാണ്. ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ടൂറിസം സ്ഥാപനങ്ങളുടെ സ്ഥിതിവിവരക്കണക്ക് പുറത്തുവിട്ടത്. 2024 രണ്ടാം പാദത്തിൽ ടൂറിസം മേഖലയിൽ തൊഴിലെടുക്കുന്ന ജീവനക്കാരുടെ എണ്ണം 9,59,179 റിപ്പോർട്ട് പറയുന്നു. ഇത് മുൻവർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 5.1% കൂടുതലാണ്. സ്വദേശി തൊഴിലാളികളുടെ എണ്ണം 2,45,905 ഇക്കാലയളവിൽ ഉയർന്നു. ഇത് മൊത്തം പങ്കാളിത്ത നിരക്കിന്റെ 25.6% വരും. അതേസമയം സൗദി ഇതര തൊഴിലാളികളുടെ എണ്ണം 7,13,270. ടൂറിസം പ്രവർത്തനങ്ങളിലെ മൊത്തം തൊഴിലാളികളുടെ എണ്ണത്തിന്റെ 74.4% വരും ഇത്. പുരുഷ തൊഴിലാളികളുടെ എണ്ണം 8,31,076 വനിതാ ജീവനക്കാരുടെ എണ്ണം 1,28,099 ഉയർന്നതായി റിപ്പോർട്ട് വിശദീകരിക്കുന്നു.
എണ്ണ വരുമാനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ GDP വളർച്ച ലക്ഷ്യമിടുന്ന മേഖല കൂടിയാണ് ടൂറിസം. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. എമിറേറ്റിൽ താമസിക്കുന്നവരുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ സമഗ്ര സർവേക്ക് തുടക്കം കുറിച്ച ദുബൈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് സർവേക്ക് ചുക്കാൻ പിടിക്കുന്നത്. തദ്ദേശീയർ, പ്രവാസി കുടുംബങ്ങൾ, തൊഴിലാളികൾ തുടങ്ങി എല്ലാ ജനവിഭാഗങ്ങളുടെയും സ്ഥിതി വിവരക്കണക്കുകൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റി ശേഖരിക്കും. ദുബൈ ഡാറ്റ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എസ്റ്റാബ്ലിഷ്മെന്റുമായി സഹകരിച്ചാണ് സർവേ. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട 5100 കുടുംബങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കും. ഡിസംബർ 17 ആരംഭിച്ച വിവരശേഖരണം 2025 മാർച്ച് 4 വരെ തുടരും. സമൂഹങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് നയപരിപാടികളും പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നതിന് മുമ്പോടിയായാണ് വിവരശേഖരണം. ദുബൈ സാമൂഹിക അജണ്ടക്കനുസൃതമായി ജീവിത നിലവാരം ഉയർത്തുന്നതിന്റെ കൂടി ഭാഗമായാണ് സർവേയെന്ന് സാമൂഹിക വികസന വിഭാഗം CEO സയ്യിദ് അഹമ്മദ് അൽ തായർ പറഞ്ഞു. 8ാം തവണയാണ് സർവേ സംഘടിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ സ്ഥിതി വിവരക്കണക്ക് സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഏകീകൃത UAE നമ്പർ പദ്ധതിക്ക് ഗവൺമെന്റ് തുടക്കം കുറിച്ചിരുന്നു. സാമ്പത്തിക മേഖല, പരിരക്ഷ, സുസ്ഥിര പരിസ്ഥിതി പദ്ധതികൾ, പുനരുൽപാദന ഊർജ്ജം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ഊന്നൽ. ദേശീയ കലണ്ടർ തയ്യാറാക്കുന്നതിനും വിവിധ സൂചകങ്ങൾക്കും യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ പ്രധാനമാണ്. മീഡിയ 1, ദുബൈ. തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്നതും കയറ്റുമതി ചെയ്യുന്നതുമായ ഉൽപ്പന്നങ്ങളുടെ റോ മെറ്റീരിയലുകൾക്ക് കസ്റ്റംസ് ഇളവ് പ്രഖ്യാപിച്ച് സൗദി അറേബ്യ. സൗദി കയറ്റുമതി വികസന അതോറിറ്റിയാണ് പ്രഖ്യാപനം നടത്തിയത്. പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ ചിലവ് കുറച്ച് കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സൗദി കയറ്റുമതി വികസന അതോറിറ്റിയാണ് ഇളവ് പ്രഖ്യാപിച്ചത്. തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്നതും പിന്നീട് കയറ്റുമതി ചെയ്യുന്നതുമായ ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്ന ചരക്കുകൾക്കാണ് ഇളവ് ലഭിക്കുക. വ്യവസായ ധാതു വിഭവ മന്ത്രാലയവുമായി സഹകരിച്ചാണ് ഇത് സാധ്യമാക്കുക. രാജ്യത്തിന്റെ എണ്ണ ഇതര കയറ്റുമതിയിൽ സുസ്ഥിര വളർച്ച കൈവരിക്കുന്നതിനും വ്യാവസായിക മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തീരുമാനപ്രകാരം കയറ്റുമതി ലക്ഷ്യമിടുന്ന വസ്തുക്കളുടെ ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്ന ഇൻപുട്ടുകൾക്ക് കസ്റ്റംസ് തീരുവ ഇളവുകൾ പ്രാദേശിക ഫാക്ടറികൾക്ക് ലഭിക്കും. പ്രാദേശിക കയറ്റുമതിയുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുക, ഉൽപ്പന്നത്തിന്റെ ചെലവ് കുറക്കുക, പ്രാദേശിക വ്യാവസായിക മേഖലയെ പിന്തുണക്കുക, സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുക, എണ്ണ ഇതര കയറ്റുമതി വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമാക്കിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. സൗദിയും ചൈനയുമായുള്ള വ്യാപാര ബന്ധത്തിൽ കഴിഞ്ഞ 8 വർഷത്തിനിടെ ഉണ്ടായിരുന്ന 159% വളർച്ചയെന്ന് കണക്കുകൾ. സൗദിയുടെ വ്യാപാര മേഖലയിൽ 21%, ചൈനയുടേതാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. വരും കാലങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടും. സൗദിയുടെ വ്യാപാര മേഖലയിൽ 21% ചൈനയുടേതാണ്. എണ്ണ ഇതര വ്യാപാരങ്ങളിൽ ചൈന സജീവമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ കഴിഞ്ഞ 8 വർഷത്തിനിടെ ഉണ്ടായത് 159% വളർച്ചയാണ്. 2023 കണക്കുകൾ പ്രകാരം ആ വർഷം രാജ്യത്തെത്തിയത് 500-ലധികം ചൈനീസ് വ്യാപാര സംരംഭങ്ങളാണ്. ഇതോടൊപ്പം സൗദിയിലെ നിക്ഷേപകർ വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ ചൈനയിലും നടത്തുന്നുണ്ട്. ഗൾഫ് ചൈന സഹകരണ ഫോറവും ഇരു രാജ്യങ്ങളുമുള്ള വ്യവസായ നിക്ഷേപവും കൂടുതൽ ശക്തമാക്കി. ടെക്നോളജി, ലോജിസ്റ്റിക്സ്, നിർമ്മാണം, ധനകാര്യ മേഖല, ഊർജം എന്നീ മേഖലകളിലാണ് ചൈനീസ് നിക്ഷേപങ്ങൾ പ്രധാനമായുള്ളത്. സിൽക്ക് റോഡ് ഇക്കണോമിക് ബെൽറ്റ് പദ്ധതി വഴി വ്യാപാരം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നിലവിൽ തുടരുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടെ സൗദിയിൽ ചൈനീസ് വാഹനങ്ങളുടെ വിൽപ്പന ഗണ്യമായി ഉയർന്നതും വ്യാപാര ബന്ധം ശക്തമായതിന്റെ തെളിവുകളാണ്. ടെക്നോളജി, വ്യവസായം, ഊർജം തുടങ്ങിയ മേഖലകളിൽ നിരവധി നിക്ഷേപാവസരങ്ങൾ രാജ്യത്ത് ഇനിയുമുണ്ട്. വരും കാലങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാകുമെന്നാണ് പ്രതീക്ഷ. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ദുബൈ നഗരത്തിൽ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി മിനി ബസ് സർവീസ് ആരംഭിക്കുന്നു. മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് യാത്രക്കാർക്ക് സീറ്റ് ബുക്ക് ചെയ്യാവുന്ന ബസ് പൂളിംഗ് സംവിധാനത്തിനാണ് തുടക്കം കുറിക്കുന്നത്. ഇതിന് 3 കമ്പനികൾക്ക് RTA അംഗീകാരം നൽകി. സിറ്റി ലിങ്ക് ഷട്ടിൽ, ഡ്രിവൺ ബസ്, ഫ്ലക്സ് ഡെയിലി എന്നീ കമ്പനികളുടെ ആപ്പ് വഴിയാണ് മിനി ബസ്സുകളിൽ സീറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുക. മറ്റ് പൊതുബസ് സർവീസുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ബസ്സുകൾക്ക് നിശ്ചിത റൂട്ടുകൾ ഉണ്ടാവില്ല. ഓൺ ഡിമാൻഡ് അടിസ്ഥാനത്തിൽ യാത്രക്കാർ സഞ്ചരിക്കുന്ന ദൂരത്തിനനുസരിച്ചായിരിക്കും ഈ ബസ്സിലെ നിരക്ക്. തുടക്കത്തിൽ ദേരയിൽ നിന്ന് ബിസിനസ് ബേ, ദുബൈ മാൾ, മിർദിഫ്, ദുബൈ ഫെസ്റ്റിവൽ സിറ്റി തുടങ്ങിയ സെൻട്രൽ ഡിസ്ട്രിക്ട് മേഖലയിലേക്കാണ് ഇത്തരം ബസ്സുകൾ യാത്രക്കാരെ എത്തിക്കുക. 13 മുതൽ 30 വരെ യാത്രക്കാർക്ക് കയറാവുന്ന മിനി ബസ്സുകളാണ് RTA ഈ സർവീസിനായി രംഗത്തിറക്കുന്നത്. ആദ്യഘട്ടത്തിൽ 20 മിനി ബസ്സുകൾ ഇതിനായി നിരത്തിലിറക്കും. ഒരു യാത്രയ്ക്ക് മാത്രമല്ല, സ്ഥിരം യാത്രയ്ക്ക് ആഴ്ച അടിസ്ഥാനത്തിലും മാസാടിസ്ഥാനത്തിലും ഈ ബസ്സുകൾ ആപ്പ് വഴി ബുക്ക് ചെയ്യാൻ സാധിക്കും. RTA നേരത്തെ ബസ് ഓൺ ഡിമാൻഡ് എന്ന പേരിൽ ചില റൂട്ടുകളിൽ മിനി ബസ് സർവീസ് നടത്തുന്നുണ്ട്. മീഡിയ 1, ദുബായ്.
ഖത്തറിലെ പൊതുജന സേവന ആപ്ലിക്കേഷനായ മെട്രാഷിന്റെ പുതിയ പതിപ്പ് പുറത്തിറക്കി. പുതിയ സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളിച്ചാണ് ആപ്ലിക്കേഷൻ പരിഷ്കരിച്ചത്. രാജ്യം ദേശീയ ദിനം ആഘോഷിക്കുന്നതിനിടെയാണ് പുത്തൻ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഉപഭോക്തൃ സൗഹൃദമായ മെട്രാഷിന്റെ പരിഷ്കരിച്ച പതിപ്പ് പുറത്തിറക്കിയത്. ആപ്പ് ഇന്നലെ മുതൽ ലഭ്യമായി തുടങ്ങി. നിലവിലെ മെട്രാഷ് 2 ആപ്പിൽ നിന്നും കാഴ്ചയിലും നിറത്തിലും പുതിയ പതിപ്പിന് മാറ്റങ്ങളുണ്ട്. ഗൂഗിൾ പ്ലേ അടക്കമുള്ള ആപ്പ് സ്റ്റോറുകളിൽ നിന്നും മെട്രാഷ് കീവേഡിൽ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആഭ്യന്തര മന്ത്രാലയം പങ്കുവെച്ച QR കോഡ് സ്കാൻ ചെയ്തും ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഖത്തർ ഐഡിയും നിലവിലെ മെട്രാഷ് 2 ആപ്പിൽ ഉപയോഗിക്കുന്ന പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. മലയാളം ഉൾപ്പെടെ 6 ഭാഷകളിൽ സേവനം ലഭ്യമാണ്. ലൈസൻസ്, ട്രാഫിക്, വിവിധ ഫീസുകൾ, റെസിഡൻസി, ഇലക്ട്രോണിക് പോർട്ടൽ, അന്വേഷണങ്ങൾ, സെക്യൂരിറ്റി, വിസ, ട്രാവൽ, സർട്ടിഫിക്കറ്റ്, നാഷണൽ അഡ്രസ് ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലായി 330-ലേറെ സേവനങ്ങളാണ് മെട്രാഷ് വഴി ലഭ്യമാക്കുന്നത്. കഴിഞ്ഞ മാസം മികച്ച സർക്കാർ സേവന ആപ്ലിക്കേഷനുള്ള സ്മാർട്ട് അറബ് ഗവൺമെന്റ് പുരസ്കാരം മെട്രാഷിന് ലഭിച്ചിരുന്നു. മീഡിയ 1 ദോഹ. ലോകത്തിലെ ഏറ്റവും മനോഹരമായ കപ്പൽ അമീറിഗോ വെസ്പുച്ചി മസ്കത്തിലെത്തുന്നു. 2 വർഷത്തെ ലോക പര്യടനത്തിന്റെ ഭാഗമായി 2025 ജനുവരി 8-നാണ് സുൽത്താൻ ഖാബൂസ് തുറമുഖത്തിൽ കപ്പലെത്തുക. ഇറ്റാലിയൻ നാവികസേനയുടെ ചരിത്ര കപ്പലും പരിശീലക കപ്പലുമാണ് അമീറിഗോ വെസ്പുച്ചി. ഖാബൂസ് തുറമുഖത്തിന്റെ 34-ാം നമ്പർ ബെർത്തിൽ നങ്കൂരമിടുന്ന കപ്പലിനെ ഒമാനിലെ ഇറ്റാലിയൻ അംബാസിഡർ പിയർ ലൂയിഗി മറ്റു ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വാഗതം ചെയ്യും. GCC രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്ക് വർഷത്തിലുടനീളം ഉംറ നിർവഹിക്കുവാനുള്ള സൗകര്യങ്ങൾ എളുപ്പത്തിലാക്കിയതായി സൗദി അറേബ്യ. നുസുക് പ്ലാറ്റ്ഫോം, ട്രാൻസിറ്റ് വിസ, ടൂറിസം, GCC വിസകളെല്ലാം വഴി എളുപ്പത്തിൽ ഉംറയ്ക്കെത്താം. ഹജ്ജ് ഉംറ മന്ത്രാലയമാണ് രീതികൾ വിശദീകരിച്ചത്. GCC രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്ക് വർഷം മുഴുവൻ എളുപ്പത്തിൽ ഉംറക്കെത്താനുള്ള സൗകര്യം നിലവിലുണ്ട്. ഇതാണ് മന്ത്രാലയം വിശദീകരിച്ചത്. ഏജൻസികളുടെ സഹായമില്ലാതെ തന്നെ നേരിട്ട് ഉംറ വിസ ലഭ്യമാകുമെന്നതാണ് പ്രത്യേകത. തീർത്ഥാടന സേവനങ്ങൾക്കായുള്ള സൗദി അറേബ്യയുടെ ഔദ്യോഗിക ഡിജിറ്റൽ ഗേറ്റ്വേയായ നുസുക് പ്ലാറ്റ്ഫോം വഴി തത്സമയം ഉംറയ്ക്കുള്ള വിസകൾ നേടാം. ഇതിനായുള്ള നുസുക് ആപ്പ് ഉപയോഗിച്ചാൽ മതി. സൗദിയ ഫ്ലൈനസ് എയർലൈൻസുകളിൽ ടിക്കറ്റ് എടുക്കുന്നവർക്കും എളുപ്പത്തിൽ ടിക്കറ്റിനോടൊപ്പം തന്നെ ഉംറ നിർവഹിക്കാം. ഇതിനായി എയർലൈൻസുകളുടെ സൈറ്റ് വഴി ടിക്കറ്റ് എടുക്കുന്ന പ്രക്രിയ മാത്രമേ പൂർത്തീകരിക്കേണ്ടതുള്ളൂ. ടൂറിസം വിസകൾ ഉപയോഗിച്ചും ഉംറ നിർവഹിക്കാൻ അവസരമുണ്ട്. ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴിയാണ് ഇത്തരം വിസകൾ അനുവദിക്കുന്നത്. മക്കയും മദീനയും സന്ദർശിക്കുന്നതോടൊപ്പം രാജ്യത്തെ വ്യത്യസ്ത ചരിത്ര ഇടങ്ങളും സന്ദർശിക്കാനും അവസരമുണ്ട്. സാബിത് സലീം, മീഡിയ 1 ജിദ്ദ. സൗദിയിൽ ബംഗ്ലാദേശികളുടെ എണ്ണം കുത്തനെ വർദ്ധിക്കുന്നതായി സൗദി അറേബ്യ. ഓരോ ദിനവും 6000-ഓളം വിസകളാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് നൽകുന്നത്. വിവിധ പദ്ധതികളിലേക്ക് തൊഴിലാളികളുടെ ആവശ്യം വർദ്ധിച്ചതോടെയാണ് വിസകളും വർദ്ധിച്ചത്. ബംഗ്ലാദേശിൽ നിന്ന് ഈ വർഷം തുടക്കം മുതൽ 5 ലക്ഷത്തോളം തൊഴിലാളികളാണ് സൗദിയിലെത്തിയത്. പ്രതിദിനം 4000 മുതൽ 6000 വരെ തൊഴിൽ വിസകൾ ബംഗ്ലാദേശി തൊഴിലാളികൾക്ക് നൽകുന്നുണ്ട്. കഴിഞ്ഞ മാസം മാത്രം 83000 തൊഴിലാളികൾ ഇത്തരത്തിൽ സൗദിയിലെത്തി. 2034 വേൾഡ് കപ്പ്, വിഷൻ 2030 എന്നിവയുടെ ഭാഗമായുള്ള അവസരങ്ങളാണ് കാരണം. വ്യോമയാനം, റെയിൽവേ, സ്പോർട്സ് സ്റ്റേഡിയങ്ങൾ തുടങ്ങി അടിസ്ഥാന ആവശ്യങ്ങൾ രാജ്യത്ത് ഒരുക്കേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായാണ് കുടിയേറ്റ തൊഴിലാളികളുടെ ആവശ്യകത വർദ്ധിക്കുന്നത്. കുറഞ്ഞ വേതനത്തിൽ ഇവർ തൊഴിലെടുക്കാൻ തയ്യാറാകുന്നതും എണ്ണം വർദ്ധിക്കാൻ കാരണമാണ്. നിർമ്മാണം മുതൽ വിവിധ മേഖലകളിലേക്ക് തൊഴിലാളികൾ എത്തുന്നുണ്ട്. തൊഴിലാളികളെ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി 150 സൗജന്യ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളും ബംഗ്ലാദേശിൽ ആരംഭിച്ചിട്ടുണ്ട്. തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ബംഗ്ലാദേശിനും നേട്ടമാകും. സാബിത് സലീം, മീഡിയ 1 ജിദ്ദ. ദുബൈയിൽ നടക്കുന്ന ഗൾഫ് 2020 ചാമ്പ്യൻഷിപ്പിൽ സൗദി അറേബ്യക്കെതിരെ ഒമാന് തോൽവി. 8 വിക്കറ്റിനായിരുന്നു സൗദിയുടെ ജയം. ഒമാൻ ഉയർത്തിയ 165 റൺസ് 18 ഓവറും 5 പന്തും പൂർത്തിയായപ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ സൗദി മറികടന്നു. 40 ബോളിൽ 70 റൺസ് നേടിയ ഫൈസൽ ഖാന്റെ തകർപ്പനടിയാണ് സൗദിയുടെ വിജയം എളുപ്പമാക്കിയത്. 4 പോയിന്റുമായി പട്ടികയിൽ 4-ാം സ്ഥാനത്താണ് ഒമാൻ. 20-ന് കുവൈറ്റിനെതിരെയാണ് ഒമാന്റെ അടുത്ത മത്സരം. ഗൾഫ് കപ്പിന് ആരാധകരെ സ്വീകരിക്കുവാൻ ഒരുങ്ങി കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഡിസംബർ 21 മുതൽ ജനുവരി 3 വരെ നടക്കുന്ന ടൂർണമെന്റിൽ 30,000-ഓളം ഫുട്ബോൾ പ്രേമികൾ കുവൈറ്റിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സന്ദർശകർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതായി സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ആക്ടിംഗ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലും DGCA വക്താവുമായ അബ്ദുള്ള അൽ രാജി പറഞ്ഞു. വലിയ ആരാധക ഗ്രൂപ്പുകൾക്കായി പ്രത്യേക സ്വീകരണ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഗതാഗത വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്ന സ്ക്രീനുകളും വിമാനത്താവളത്തിലുണ്ടാകും. ആഭ്യന്തര മന്ത്രാലയം, കസ്റ്റംസ്, എയർലൈൻസ്, ഗ്രൗണ്ട് സർവീസ്, ഗൾഫ് കപ്പ് സംഘാടക സമിതി എന്നിവരുടെ ശ്രമങ്ങളെ അൽ രാജി പ്രശംസിച്ചു.
സിറിയൻ അതിർത്തിയിലെ ബഫർ സോണിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കില്ല എന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിനെതിരെ പ്രതിഷേധം. ഗസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. വെടിനിർത്തൽ ചർച്ച അന്തിമഘട്ടത്തിലെന്നാണ് ഇസ്രയേൽ വാദം. MCA നാസറുണ്ട് വിവരങ്ങൾ നൽകാൻ. നാസർ, വലിയ പ്രതിഷേധമാണോ നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിനെതിരെ ഉയരുന്നത്? രശ്മ, തീർച്ചയായിട്ടും. കാരണം ഇന്നലെയാണ് നെതന്യാഹു ഈ പ്രദേശത്ത് സിറിയൻ അധീനതയിലുള്ള അതേസമയം ഇസ്രായേൽ കൈയടക്കിയിരിക്കുന്ന പ്രദേശത്ത് സന്ദർശനം നടത്തിക്കൊണ്ട് വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ ബഫർ സോണിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഇസ്രായേൽ സൈനിക സാന്നിധ്യം ഒരുപക്ഷെ ദീർഘകാലം തന്നെ തുടർന്നേക്കും. കാരണം തങ്ങളുടെ സുരക്ഷയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു ബദൽ സംവിധാനം ഈ ബഫർ സോണിൽ ഒരുക്കുന്നതുവരെ സൈന്യത്തെ ഒരു നിലക്കും അവിടെ നിന്ന് പിൻവലിക്കുകയില്ല എന്നുകൂടിയാണ് നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. ഇത് അന്തർദേശീയ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. കാരണം സിറിയൻ പ്രദേശമായിട്ടുള്ള അല്ലെങ്കിൽ സിറിയയുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണത്തിൽ വരേണ്ട ബഫർ സോണിൽ പോലും ഇസ്രായേലിൻ്റെതായിട്ടുള്ള ഒരു ആധിപത്യം തുടരുന്നത് സിറിയക്ക് മാത്രമല്ല മേഖലയിലെ രാജ്യങ്ങൾക്കും വലിയ തോതിൽ അത് ഭീഷണി സൃഷ്ടിക്കുമെന്നാണ് ജോർദാൻ ഉൾപ്പെടെയുള്ള അറബ് ലീഗ് രാജ്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്തർദേശീയ തലത്തിൽ എല്ലാ രാജ്യങ്ങളും അതോ UN-ഉം ഇടപെട്ടുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ബഫർ സോണിൽ നിന്ന് ഇസ്രായേൽ സൈനിക സാന്നിധ്യം ഇല്ലാതാക്കാനുള്ള നീക്കം വേണമെന്നുകൂടിയാണ് അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ മേഖലയിൽ ഇപ്പോൾ UN-ൻ്റെതായിട്ടുള്ള ഉദ്യോഗസ്ഥരും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം ബഫർ സോണിൽ അനിശ്ചിതകാലത്തേക്ക് ഇസ്രായേൽ സൈന്യം തുടരുന്നത് മേഖലയ്ക്കും സിറിയയുടെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് മാറും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇസ്രായേൽ സൈന്യത്തെ അവിടെ നിന്ന് പിന്മാറാനുള്ള അവരെ പ്രേരിപ്പിക്കാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന നിർദ്ദേശം കൂടിയാണ് UN ഉദ്യോഗസ്ഥരും മുന്നോട്ട് വെക്കുന്നത്. രശ്മ. നാസർ, ഒപ്പം എന്താണ് ഗസയിലെ വിവരങ്ങൾ? ആക്രമണം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യമാണോ ഉള്ളത്? ഗസയിലെ സ്ഥിതിഗതികളിൽ ഒരു മാറ്റവുമില്ല. കാരണം പിന്നിട്ട ദിവസങ്ങളിൽ എന്ന പോലെ തന്നെ ഇന്നും വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നു. 40-ലേറെ പേരെയാണ് ഇന്ന് മാത്രം ഗസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ അനുബന്ധമായിക്കൊണ്ടാണ് UN-ൻ്റെ ഒരു പ്രത്യേക അന്വേഷണ സമിതിയുടെ ഭാഗമായിട്ട് UN ഉദ്യോഗസ്ഥൻ ഗസ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം നൽകിയിരിക്കുന്ന റിപ്പോർട്ട് കൂടുതൽ ഒരുപക്ഷെ ലോക മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നതാണ്. അൽമവാസി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 20-ലധികം പേർ കൊല്ലപ്പെട്ടത് അവരുടെ മൃതദേഹങ്ങൾ പോലും കണ്ടെത്താൻ സാധിക്കാത്ത വിധത്തിൽ മാരകമായിട്ടുള്ള ബോംബുകളായിരുന്നു ഈ ആക്രമണത്തിൽ ഇസ്രായേൽ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ മൃതദേഹം ആവിയായി പോകുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു എന്ന ഏറ്റവും ഹൃദയഭേദകമായിട്ടുള്ള റിപ്പോർട്ട് കൂടിയാണ് ജോർജിയോ പെട്രോപൗലോസ് എന്ന UN ഉദ്യോഗസ്ഥൻ ഇപ്പോൾ UN-ന് കൈമാറിയിരിക്കുന്നത്. അത്രയും മാരകശേഷിയുള്ള ബോംബുകൾ ഇസ്രായേൽ ഈ ഗസ അധീന പ്രദേശങ്ങളിൽ വടക്കൻ ഗസയിലും അതോടൊപ്പം തന്നെ മറ്റ് തെക്കൻ ഭാഗങ്ങളിലും ഉപയോഗിക്കുന്നു എന്നതിൻ്റെ നടുക്കുന്ന ഒരു രേഖ കൂടിയായിട്ട് ഈ റിപ്പോർട്ട് മാറുകയാണ്. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായിട്ടുള്ള നടപടികൾ UN സ്വീകരിക്കണമെന്ന ഒരു അഭിപ്രായമാണ് പലസ്തീൻ സംഘടനകൾ ഒരുമിച്ച് തന്നെ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട UN സെക്രട്ടറി ജനറലിൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം വന്നിട്ടില്ല. മാത്രവുമല്ല, ഈ ഉപരോധവും ആക്രമണവും ഒരുപോലെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ പട്ടിണി പിടിമുറക്കിയിരിക്കുന്ന വടക്കൻ ഗസയിൽ നിന്ന് ഒരുപക്ഷെ ലോകത്തെ ഇനി കാത്തിരിക്കുന്നത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഏറ്റവും അപകടകരമായിട്ടുള്ള ഏറ്റവും ഭയാനകമായിട്ടുള്ള റിപ്പോർട്ടുകളായിരിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി UN നേതൃത്വം നൽകുന്നുണ്ട്. പക്ഷേ ശക്തമായിട്ടുള്ള ഒരു നടപടിയും ഇസ്രായേലിനെതിരെ കൈക്കൊള്ളാൻ UN പൊതുവേദിക്കോ UN രക്ഷാസമിതിക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടി ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിലനിൽക്കുക കൂടിയാണ്. രശ്മ. ശരി, MCA നാസറാണ് വിവരങ്ങൾ നൽകിയത്. ഖത്തറിന് ദേശീയ ദിനാശംസകൾ നേർന്ന ഇന്ത്യ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയും ജനങ്ങൾക്കും ആശംസ അറിയിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം കൂടുതൽ ഊഷ്മളമാകുമെന്ന് ഇരുവരും പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഇന്ത്യൻ സമൂഹത്തിന് ആതിഥേയത്വം വഹിച്ചതിന് ഖത്തർ ഭരണകൂടത്തിന് ഇന്ത്യ നന്ദി അറിയിച്ചു. കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനിയെ ആശംസകൾ അറിയിച്ചു. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ ഓർമ്മിപ്പിച്ച് ഒമാൻ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഉപഭോക്താക്കൾക്ക് 15 ദിവസം വരെ വാങ്ങിയ സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുകയോ തിരികെ നൽകുകയോ ചെയ്യുക. സാധനങ്ങൾ തിരികെ നൽകുമ്പോൾ പർച്ചേസ് റെസിപ്റ്റ് ഹാജരാക്കണമെന്ന് മാത്രമേ ഉള്ളൂവെന്ന് ഒമാൻ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അറിയിച്ചു.
വാങ്ങിയ സാധനങ്ങൾ 15 ദിവസത്തിനുള്ളിൽ തിരികെ നൽകാനും മാറ്റിവാങ്ങാനും കഴിയുമെന്ന കാര്യം ഉപഭോക്താവിനെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഒമാൻ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഇത് സംബന്ധിച്ച് പരാതികൾ ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് ഉപഭോക്താവിന്റെ അവകാശങ്ങളെപ്പറ്റി അതോറിറ്റി സമൂഹമാധ്യമമായ എക്സിലൂടെ വീണ്ടും ഓർമ്മിപ്പിച്ചത്. ആർട്ടിക്കിൾ 16 പറയുന്നതനുസരിച്ച് വാങ്ങിയ തീയതി മുതൽ 15 ദിവസം വരെയാണ് ഉപഭോക്താക്കൾക്ക് ഈ അവകാശമുണ്ടാവുക. മാറ്റിവാങ്ങൽ, റീഫണ്ട് എന്നിവയെല്ലാം ഇതിന്റെ പരിധിയിൽ വരും. ഉൽപ്പന്നം തകരാറിലോ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷനുകൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ ഉപഭോക്താക്കൾക്ക് പകരം വാങ്ങാനോ പൂർണ്ണമായ റീഫണ്ടിനോ അർഹതയുണ്ടെന്നും അതോറിറ്റി പറയുന്നു. എന്നാൽ വാങ്ങിയ ബില്ല് ഈ സമയത്ത് ഹാജരാക്കണം. അതേസമയം വാങ്ങിയ സാധനങ്ങൾക്ക് കേടുപാടുകളോ മറ്റോ സംഭവിക്കാനും പാടില്ല. പെട്ടെന്ന് നശിക്കുന്ന സാധനങ്ങൾക്ക് ഇത് ബാധകമല്ലെന്നും അതോറിറ്റി പറയുന്നുണ്ട്. മീഡിയ 1 മസ്കത്ത്. ലോക അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച് യാൻബൂർ ഓയിൽ കമ്മീഷന്റെ നേതൃത്വത്തിൽ പ്രത്യേക ആഘോഷ പരിപാടികൾ നടന്നു. വി ആർ പ്രൗഡ് ഓഫ് ഇറ്റ് എന്ന തലക്കെട്ടിൽ നടന്ന പരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. അറബി ഭാഷയുടെ പ്രാധാന്യത്തെയും പഴയ ചരിത്രത്തെയും കുറിച്ച് വിശദീകരിക്കുന്ന പ്രദർശനവും ചടങ്ങിൽ നടന്നു. അറബി ഭാഷ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാൻ പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ നടത്തുവാനും യോഗം തീരുമാനിച്ചു. കുവൈറ്റിലെ ആന്തലൂസിൽ വീടിന് തീപിടിച്ചു. അപകട സമയം വീട്ടിലുണ്ടായിരുന്ന 5 പേരെ അഗ്നിശമന സേനാംഗങ്ങൾ രക്ഷപ്പെടുത്തി. തീ നിയന്ത്രണ വിധേയമാക്കിയതായി ജനറൽ ഫയർഫോഴ്സ് അറിയിച്ചു. കേരള സംസ്ഥാനത്ത് ഇതുവരെ ഇല്ലാത്ത ഭരണവിരുദ്ധ വികാരമാണ് ഉയർന്നു വരുന്നത് എന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു. വയനാട് വിഷയത്തിൽ ഇരു സർക്കാരുകളും 1 ഇഞ്ച് മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത് എന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PA സലീമും കുറ്റപ്പെടുത്തി. റിയാദിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇടതു ഭരണത്തിനെതിരെ ഇരുവരും ആരോപണം ഉന്നയിച്ചത്. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ പൂർണ്ണമായും ബലികഴിച്ചുകൊണ്ടുള്ള ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഴിമതിയിലൂടെ പണം വാരിക്കൂട്ടുക എന്ന ഏകലക്ഷ്യമാണ് പിണറായിക്കുള്ളതെന്നും KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു കുറ്റപ്പെടുത്തി. ടീകോം കരാറുകളടക്കം ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അഴിമതിയിലൂടെ പണം വാരിക്കൂട്ടുക എന്ന ഏക ലക്ഷ്യമാണ് പിണറായി വിജയനെ മുൻപോട്ട് നയിക്കുന്നത്. ഏറ്റവും അവസാനം ടീകോമിന് കരാറുകൾ കാറ്റിൽ പറത്തി നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുത്ത് അഴിമതിക്ക് കപ്പം വാങ്ങാനുള്ള പിണറായിയുടെ ശ്രമവും, കേരളത്തിലെ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതിയായിട്ടുള്ള മണിയാർ ജലവൈദ്യുത പദ്ധതി 30 വർഷക്കാലത്തെ കരാറിന് ശേഷം തിരിച്ചെടുക്കണം എന്ന കരാർ വ്യവസ്ഥ ലംഘിച്ചിട്ട് സ്വകാര്യ കമ്പനിക്ക് അടുത്ത 25 വർഷത്തേക്ക് കൊടുക്കാനുള്ള നീക്കവുമെല്ലാം CPM-ന്റെയും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെയും അഴിമതിയുടെ അവസാനത്തെ ഉദാഹരണങ്ങളാണ്. വയനാട് വിഷയത്തിൽ ഇരു സർക്കാരുകളും 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളതെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PA സലീമും കുറ്റപ്പെടുത്തി. ഇരു സർക്കാരുകളും പരസ്പരം പഴിചാരി മുന്നോട്ട് പോവുകയാണ്. BJPക്കും ഇടതുപക്ഷത്തിനും ഒരേ മുഖമാണെന്നും അദ്ദേഹം ആക്ഷേപിച്ചു. വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് മാസങ്ങൾ പിന്നിട്ടും കേരള സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ പരസ്പരം പഴിചാരിക്കൊണ്ട് 1 ഇഞ്ച് മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ബിജു കല്ലുമല, അബ്ദുള്ള വല്ലഞ്ചിറ, സലീം കളക്കര, ഫൈസൽ ബാഹസൻ തുടങ്ങിയവരും പങ്കെടുത്തു. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ചരിത്ര പഠനം നിസ്സാരമല്ലെന്നും അത് ചരിത്ര ദൗത്യമാണെന്നും ചാണ്ടി ഉമ്മൻ MLA. ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്ന വസ്തുതകളുടെ സുതാര്യത ഉറപ്പാക്കുമ്പോൾ അത് വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്ന രാഷ്ട്രീയ ബോധമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. തനിമ കലാസാഹിത്യവേദി കായംകുളം ചാപ്റ്റർ സംഘടിപ്പിച്ച അനുമോദന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചാണ്ടി ഉമ്മൻ. സൗദിയിലെ റിയാദ് ഇസ്ലാഹി സെന്ററിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ഇസ്ലാമിക് സ്റ്റുഡൻസ് കോൺക്ലേവ് സംഘടിപ്പിക്കും. മികച്ച കരിയർ കണ്ടെത്താനും ധാർമ്മിക മാനവിക മൂല്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുന്നതിന്റെയും ഭാഗമായാണിത്. വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ആയിരിക്കും ബോധവൽക്കരണ ക്ലാസ്. 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയായിരിക്കും ബോധവൽക്കരണ ക്ലാസുകൾ നടക്കുക. റിയാദ് എക്സിറ്റ് 18-ലെ മാലിക്കി കൺവെൻഷൻ സെന്റർ ആയിരിക്കും വേദി. പഠന നൈപുണ്യ മികവ് തെളിയിച്ച് മികച്ച കരിയർ കണ്ടെത്താൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കുക, ധാർമ്മിക മാനവിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിതം സാർത്ഥകമാക്കാൻ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക എന്നിവയാണ് ലക്ഷ്യം. റിസ്കോൺ റിയാദ് ഇസ്ലാമിക് സ്റ്റുഡൻസ് കോൺക്ലേവ് എന്ന പേരിലായിരിക്കും ബോധവൽക്കരണ പരിപാടി. റിയാദ് ഇസ്ലാഹി സെന്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി സ്റ്റുഡൻസ് വിംഗിന്റെ നേതൃത്വത്തിലായിരിക്കും പരിപാടികൾ.
ഇന്റൽ അമേരിക്കയിലെ ഡിസൈൻ എഞ്ചിനീയർ മുഹമ്മദ് അജ്മൽ സി ചടങ്ങിൽ മുഖ്യാതിഥിയാവും. പരീക്ഷാ പേടിയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ അനുഭവിക്കുന്ന ഡിപ്രഷനുകളും എല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും യഥാർത്ഥ നന്മയുടെ വഴിയിലേക്ക് വെളിച്ചം വീശുന്ന അവർക്ക് പരിഹാരത്തിന്റെ ഒരു തുരുത്ത് കാണിക്കുന്ന ഒരു മഹത്തായ പ്രോഗ്രാമാണ് റിസ്കോൺ എന്ന് പറയുന്നത്. പരീക്ഷ എളുപ്പമാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ടെക്നോളജിയും വിദ്യാഭ്യാസവും, കരിയർ, ഇന്ത്യയിലെ ഉപരിപഠന സാധ്യതകൾ, മത്സര പരീക്ഷകൾ, വിദേശ പഠന സാധ്യതകൾ, വെല്ലുവിളികൾ തുടങ്ങിയ വിഷയത്തിൽ വിദ്യാർത്ഥികളുമായി അജ്മൽ സംവദിക്കും. അതോടൊപ്പം വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്വിസ് മത്സരങ്ങളും സംഘടിപ്പിക്കും. വിജയികൾക്ക് ഇലക്ട്രിക് സ്കൂട്ടർ, ലാപ്ടോപ്പ് തുടങ്ങിയ സമ്മാനങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉവൈസ് ഹാറൂൻ, ഷാനിബ് അൽഹിക്കമി, മുഹമ്മദ് റോയ്, നൂറുദ്ദീൻ സുലാഹി, എഞ്ചിനീയർ ഉമർ ഷെരീഫ് തുടങ്ങിയവർ വിദ്യാർത്ഥികൾക്കായി വിവിധ പഠന ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. കോൺക്ലേവിൽ പങ്കെടുക്കാൻ താൽപര്യപ്പെടുന്ന വിദ്യാർത്ഥികൾ 05-3835-7385 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും ഭാരവാഹികൾ റിയാദിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുഹമ്മദ് അജ്മൽ സി, ഫാറൂഖ് വേങ്ങര, ജാഫർ പൊന്നാനി, ഷാനിബ് അൽഹിക്കമി, ഷഹജാസ് പയ്യോളി, നബീൽ പയ്യോളി തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. തനിമ കുവൈറ്റ് 18ാമത് ദേശീയ വടംവലി മത്സരത്തിൽ ഫ്രണ്ട്സ് ഓഫ് രജീഷ് ടീം ജേതാക്കളായി. അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ നടന്ന മത്സരത്തിൽ ഫ്രണ്ട്സ് ഓഫ് കുവൈറ്റ് ബി ടീം 2ാം സ്ഥാനം നേടി. KKB റെഡ് ടീം 3ാം സ്ഥാനവും KKB ബ്ലൂ ടീം 4ാം സ്ഥാനവും നേടി. ആശിഷ് തങ്കപ്പൻ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം നേടി. സൗദിയിൽ പ്രിയദർശിനി പബ്ലിക്കേഷന് തുടക്കമായി. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിദ്ധീകരണ വിഭാഗമാണ് പ്രിയദർശിനി പബ്ലിക്കേഷൻ. എഴുത്തും വായനയും സജീവമാക്കുന്നതോടൊപ്പം സാംസ്കാരിക സാഹിത്യ ചർച്ചകളും സംവാദങ്ങളും സംഘടിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ പ്രിയദർശിനി പബ്ലിക്കേഷൻസിന്റെ സൗദി ചാപ്റ്ററിനാണ് തുടക്കമായത്. പ്രവാസികൾക്കിടയിൽ എഴുത്തും വായനയും സജീവമാക്കുകയും സാംസ്കാരിക സാഹിത്യ ചർച്ചകളും സംവാദങ്ങളും സംഘടിപ്പിക്കുകയുമാണ് ലക്ഷ്യം. പബ്ലിക്കേഷന്റെ സൗദി ഘടകത്തിന്റെ ഉദ്ഘാടനം റിയാദിൽ KPCC ജനറൽ സെക്രട്ടറിയും പ്രിയദർശിനി പബ്ലിക്കേഷൻസ് വൈസ് ചെയർമാനുമായ അഡ്വക്കേറ്റ് പഴകുളം മധു നിർവഹിച്ചു. കേരളത്തിലും രാജ്യത്തും എഴുത്തുകാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും നിർഭയമായ അഭിപ്രായങ്ങൾ പറയാനോ എഴുതാനോ സാധിക്കാത്ത ഫാസിസം ഒടികുത്തി വാഴുന്ന ഒരു കാലത്ത് ആൾക്കാർ അറിയേണ്ടതും വായിക്കേണ്ടതുമായിട്ടുള്ള വസ്തുതകൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ധർമ്മമാണ് പ്രിയദർശിനി പബ്ലിക്കേഷൻസ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സൗദി കോർഡിനേറ്റർ നൌഫൽ പാലക്കാടൻ, KPCC ജനറൽ സെക്രട്ടറി PA സലീം, കുഞ്ഞി കുമ്പള, ബിജു കല്ലുമല, അബ്ദുള്ള വല്ലാഞ്ചിറ, റഷീദ് കൊളത്തറ, അഡ്വക്കേറ്റ് അജിത് തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി സംസാരിച്ചു. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കുവൈറ്റ് പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നു. ഡിസംബർ 20 വെള്ളിയാഴ്ച മെട്രോ മെഡിക്കൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംഗമം ഷെയ്ഖ് അഹമ്മദ് മുഹമ്മദ് സയ്യിദ് അൽ ഫാരിസി ഉദ്ഘാടനം ചെയ്യും. കുവൈറ്റിലെ വിവിധ സംഘടനാ പ്രതിനിധികൾ സമ്മേളനത്തിൽ സംബന്ധിക്കും. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ മുസ്ലിം അസോസിയേഷൻ കുവൈറ്റ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഇന്ത്യൻ മുസ്ലിം സംഘടനകളുടെ കുവൈറ്റിലെ ഐക്യവേദിയാണ് ഫിമ. പ്രസിഡന്റായി കരീം ഇർഫാനെയും സെക്രട്ടറി ജനറലായി സിദ്ദിഖ് വലിയകത്തിനെയും തെരഞ്ഞെടുത്തു. ഡോക്ടർ നയീമുദ്ദീൻ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. കുവൈറ്റ് യൂത്ത് കോറസിന്റെ 28ാം ക്രിസ്മസ് ഗാനസംഗമം NECK ചർച്ച് ആൻഡ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ചു. KTMCCയുമായി ചേർന്ന് നടത്തിയ ചടങ്ങിൽ യൂത്ത് കോറസ് സീനിയർ, ജൂനിയർ ഗായക സംഘങ്ങൾ, യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ ഗായക സംഘം എന്നിവർ ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചു. ഉപരിപഠനാർത്ഥം നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന യൂത്ത് കോറസ് അംഗങ്ങൾക്ക് യാത്രയപ്പും മൊമെന്റോയും നൽകി. ഇൻഡിഗോയുടെ അബുദാബി കോഴിക്കോട് വിമാന സർവീസ് ഈ മാസം 21 തുടങ്ങും. കോഴിക്കോട് നിന്ന് പുലർച്ചെ 1:55 പുറപ്പെടുന്ന വിമാനം പുലർച്ചെ 4:35 അബുദാബിയിലെത്തും. രാവിലെ 5:35 അബുദാബിയിൽ നിന്ന് തിരിക്കുന്ന വിമാനം രാവിലെ 10:50 കോഴിക്കോടെത്തും. ഈ റൂട്ടിൽ ഇൻഡിഗോ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ജനുവരി 16 വരെയാണ് നിലവിൽ സർവീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആവശ്യത്തിന് യാത്രക്കാരുണ്ടായാൽ ഈ സർവീസ് തുടരാനും സാധ്യതയുണ്ട്. ഗൾഫ് മാധ്യമത്തിന്റെ അറേബ്യൻ ലെഗസി അച്ചീവ്മെന്റ് അവാർഡ് ദമാം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീജാജ് ചെറുകാട്ടിന് കൈമാറി. യുണീക് ലിങ്ക് ഹോൾഡിംഗ് കമ്പനിയുടെ CEO ആണ് ഇദ്ദേഹം. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയാണ് ശ്രീരാജ്. ദമാമിൽ സംഘടിപ്പിച്ച ഹാർമോണിയസ് കേരള വേദിയിൽ വെച്ചാണ് പുരസ്കാരം കൈമാറിയത്.
ഖത്തറിലെ പ്രവാസി പരിസ്ഥിതി സംഘടനയായ ചാലിയാർ ദോഹ സംഘടിപ്പിക്കുന്ന ചാലിയാർ കപ്പ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നാളെ തുടങ്ങും. ഹാമിൽ ഇന്റർനാഷണൽ സ്കൂളാണ് വേദി. വൈകിട്ട് 7 മണി മുതൽ മത്സരങ്ങൾ തുടങ്ങും. 16 ടീമുകളാണ് ഇത്തവണ ടൂർണമെന്റിൽ മത്സരിക്കുന്നത്. മസ്കത്ത് KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഫുട്ബോൾ ടൂർണമെന്റും ഫാമിലി ഫെസ്റ്റും സംഘടിപ്പിക്കുന്നു. സസ്നേഹം കോഴിക്കോട് സീസൺ 2 എന്ന പേരിലാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഡിസംബർ 20 വൈകുന്നേരം 4 മണി മുതൽ മബേല അൽഷാദി ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് പരിപാടികൾ. മസ്കറ്റിലെ പ്രമുഖ 16 ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും. പ്രവാസി കുടുംബങ്ങൾക്കുള്ള ഫാമിലി ഫെസ്റ്റും പ്രവാസി ക്ഷേമനിധി രജിസ്ട്രേഷൻ ക്യാമ്പും പരിപാടിയുടെ ഭാഗമായി നടക്കും. വിദ്യാർത്ഥികൾക്കായി സഹവാസ ക്യാമ്പ് സംഘടിപ്പിക്കാൻ ഒരുങ്ങി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിലുള്ള ഒമാൻ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ. പുതുതലമുറയ്ക്ക് ദിശാബോധം പകർന്നു നൽകുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഇദ്ഖാൻ 1.0 എന്ന പേരിൽ ദ്വിദിന ക്യാമ്പ് ഒരുക്കുന്നത്. ഡിസംബർ 20, 21 തീയതികളിൽ ബർക്കിയിലെ ഈസ്റ്റ് ഫാമിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുക. 12 മുതൽ 20 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായാണ് ക്യാമ്പ്. രക്ഷിതാക്കൾക്കുള്ള സെഷനോടെയാണ് ക്യാമ്പ് അവസാനിക്കുക. പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ കോവിഡ് ഘടകം 10ാം വാർഷികം ആഘോഷിക്കുന്നു. ഡിസംബർ 20 അബ്ബാസിയ അസ്പെയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. പൊന്നാനിയുടെ പൊന്നോത്സവ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഡോക്ടർ അബ്ദുൾ റഹ്മാൻ കുട്ടി മുഖ്യാതിഥിയാകും. പ്രശസ്ത ഗായകരായ കണ്ണൂർ ഷെരീഫ്, ഫാസില ബാനു എന്നിവർ നയിക്കുന്ന സംഗീത സന്ധ്യയും ഒരുക്കിയിട്ടുണ്ട്. ജിദ്ദ കണ്ണൂർ പ്രവാസി കൂട്ടായ്മ രൂപീകരിച്ചു. ജില്ലയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ കൂട്ടായ്മയുടെ ഭാഗമാണ്. അബ്ദുൽ അസീസ് പ്രസിഡന്റായും റിയാസ് ഇരിക്കൂറിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. സുബൈർ പേർലശ്ശേരി, ഫൈസൽ കണ്ണാടിപ്പറമ്പ് എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ. ഫേസ് എക്സ് അക്കാദമി വിദ്യാർത്ഥികൾക്കായി പബ്ലിക് ടോക്ക് ഷോ സംഘടിപ്പിക്കുന്നു. GCC ഇന്ത്യ രാജ്യങ്ങളിൽ പഠിക്കുന്ന 8, 9, 10 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് അവസരമുള്ളത്. വിദ്യാർത്ഥികളെ ഉന്നത പഠനത്തിനും മത്സര പരീക്ഷകൾക്കും പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത് എന്ന് സംഘാടകർ പറഞ്ഞു. ഫേസ് എക്സ് അക്കാദമി വിദ്യാർത്ഥികൾക്കായി ടോക്ക് ഷോ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെയും വിദേശത്തെയും വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കും. ഫേസ് എക്സിന്റെ വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്ത് മത്സരത്തിൽ ഭാഗമാകാം. 8, 9, 10 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് അവസരം. രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന 100 പേരെയാണ് മത്സരത്തിലേക്ക് പരിഗണിക്കുക. ആദ്യഘട്ടം ഓൺലൈനായും 2ാം ഘട്ടം കോഴിക്കോട് വെച്ചും മത്സരം സംഘടിപ്പിക്കും. ഡിസംബർ 25 മുമ്പ് ലഭിക്കുന്ന അപേക്ഷകളാണ് പരിഗണിക്കുക. വിദ്യാർത്ഥികളെ ഇന്ത്യയിലെയും വിദേശത്തെയും ഉന്നത കലാലയങ്ങളിലേക്ക് സ്കോളർഷിപ്പോടെ ഉന്നത പഠനത്തിന് പ്രാപ്തമാക്കുക, സിവിൽ സർവീസ് പരീക്ഷകളിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളിലൂന്നിയാണ് മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. ഫേസ് ഫൗണ്ടേഷൻ സെക്രട്ടറി യാക്കൂബ് ഫൈസി, ഡോക്ടർ ബഷീർ എഡാട്ട്, ആലിക്കുട്ടി ഒളവട്ടൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദമ്മാം. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ അസ്യാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് UAEയിൽ പുതിയ ഷോറൂം തുറന്നു. ദുബൈയിലെ ജബൽ അലിയിൽ സിനിമാ താരം ഷംന ഖാസിം, അൽമുല്ല ഗ്രൂപ്പ് ഡയറക്ടർ ജാസിം മുഹമ്മദ്, അബ്ദുള്ള അൽമുല്ല അൽ അലി എന്നിവർ ചേർന്ന് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർമാരായ CH സജാദ്, KK ഫൈസൽ, സൽമാനുൽ ഫാരിസ്, KP അബ്ദുൽ ജലീൽ, KT മുഹമ്മദ് കോയ, ജമാൽ മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. ലേബർ ക്യാമ്പിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ടാണ് ജബൽ അലിയിലെ പുതിയ ഷോറൂമെന്ന് സംരംഭകർ പറഞ്ഞു. തീർച്ചയായിട്ടും വി ആർ വെരി പ്രൗഡ്. നമ്മളിന്നിപ്പോൾ നിൽക്കുന്നത് ജബലലിയിലാണ്. അസിയാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ 5ാമത്തെ UAEയിലെ ബ്രാഞ്ചാണ് ഇപ്പോൾ ഓപ്പൺ. വളരെയധികം സന്തോഷമുണ്ട്. ലേബർ ക്യാമ്പിൽ ഇത്രയധികം ഒരു പ്രീമിയം ഷോപ്പ്, ഏറ്റവും കൂടുതൽ ആളുകൾ പർച്ചേസ് ചെയ്യുന്നതാണ് നമ്മളെ സാധാരണക്കാരായ ലേബേഴ്സ്. അവർക്കും വേണ്ടിയിട്ട് ഒരു പ്രീമിയം ഔട്ട്ലെറ്റ് തന്നെ നമ്മൾ ജബലലിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജിലാണ് നമ്മൾ ഈ ആളുകൾക്ക് പ്രൊഡക്റ്റ് നൽകുന്നത്. അത് തികച്ചും ഇങ്ങനത്തെ ഒരു ക്യാമ്പിൽ ഇത്രത്തോളം നല്ല പ്രൊഡക്റ്റായിട്ട് വന്നിട്ടില്ല. ഏക സ്ഥാപനം അസിയാൻ ഗോൾഡ് തന്നെ. തീർച്ചയായിട്ടും ഒരുപാട് ആളുകളെ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെയധികം നന്ദി. പിന്നെ അതുപോലെ ഒരുപാട് ആളുകൾക്ക് നമുക്ക് ഒരുപാട് ഓഫറുകൾ, 50% മേക്കിംഗ് ചാർജിൽ നമ്മൾ ഓഫർ, അതുപോലെ 60% ഡയമണ്ട്സിലും ഓഫറുകൾ ഒരുപാട് ഒരുക്കിയിട്ടുണ്ട്. റീറ്റെയിൽ എംപ്ലോയീസ് ഡേ വിപുലമായി ആഘോഷിച്ച ദുബൈ കറക് മക്കാനെ കുവൈറ്റിലെ വിവിധ ഔട്ട്ലെറ്റുകളിലെ മുഴുവൻ ജീവനക്കാരെയും പ്രത്യേക സമ്മാനങ്ങളും മധുരവും നൽകി മാനേജ്മെന്റ് ആദരിച്ചു. ആഗോളതലത്തിൽ ഡിസംബർ 12-നാണ് റീറ്റെയിൽ എംപ്ലോയീസ് ഡേ ആഘോഷിക്കുന്നത്. ദുബൈ കറക് മക്കാനിയുടെ കുവൈറ്റിലെ 10 ഔട്ട്ലെറ്റുകളിലും മൈ സ്റ്റാഫ് ഈസ് മൈ സ്റ്റാർ എന്ന പേരിൽ പ്രത്യേക ടാഗുകൾ പ്രദർശിപ്പിച്ചിരുന്നു. ദുബൈ കറക് മക്കാനി
AM ഗ്രൂപ്പ് ചെയർമാൻ ആബിദ് അബ്ദുൽ കരീം, ഡയറക്ടർമാരായ മുഹമ്മദ് കുഞ്ഞി, ജമാൽ എന്നിവർ ജീവനക്കാരെ അഭിനന്ദിച്ചു. UAEയിൽ സ്കൂൾ പ്രവേശനത്തിന്റെ പ്രായപരിധിയിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ ചർച്ച. സ്കൂൾ പ്രവേശനത്തിന് നിലവിലെ പ്രായപരിധിയായ 3 വയസ്സ് തികയാനുള്ള സമയത്തിൽ നിന്ന് 3 മാസം വരെ ഇളവ് നൽകാനാണ് ഫെഡറൽ നാഷണൽ കൗൺസിലിൽ ആവശ്യമുയർന്നത്. കുറഞ്ഞ പ്രായപരിധി നിശ്ചയിക്കാനുള്ള നിലവിലെ മാനദണ്ഡം പല കുടുംബങ്ങൾക്കും പ്രയാസമുണ്ടാക്കുന്നുവെന്ന് പാർലമെന്റ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. സെപ്റ്റംബറിൽ അധ്യയനം ആരംഭിക്കുന്ന UAE കരിക്കുലത്തിൽ സ്കൂൾ പ്രവേശനത്തിന്റെ പ്രായപരിധിയായ ആഗസ്റ്റ് 31 ദിവസങ്ങൾക്ക് മുമ്പ് ജനിച്ച കുട്ടികളുടെ പ്രശ്നങ്ങളാണ് പാർലമെന്റായ ഫെഡറൽ നാഷണൽ കൗൺസിൽ ചർച്ച ചെയ്തത്. 3 മാസം വരെ പ്രായക്കുറവുള്ള കുട്ടികൾക്ക് പ്രവേശനം നൽകി പ്രശ്നം പരിഹരിക്കണമെന്ന് റാസൽ ഖൈമയിൽ നിന്നുള്ള അംഗം സയ്യിദ് അൽ അബ്ദി ആവശ്യപ്പെട്ടു. ആഗസ്റ്റ് 31 3 വയസ്സ് തികഞ്ഞ കുട്ടികൾക്കാണ് UAEയിൽ പ്രീ സ്കൂൾ പ്രവേശനം ലഭിക്കുക. പ്രീ സ്കൂൾ പഠനശേഷം ഇതനുസരിച്ചായിരിക്കും 1ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനവും. ആഗസ്റ്റ് 31 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം ജനിച്ച കുട്ടികൾക്ക് പ്രവേശനത്തിൽ ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. ഈ പ്രശ്നം മുൻകൂട്ടി കണ്ട് സെപ്റ്റംബറിന് മുമ്പ് പ്രസവം ഉറപ്പാക്കുന്ന സാഹചര്യം രാജ്യത്ത് പലയിടത്തും നിലവിലുണ്ടെന്ന് അൽ ആബിദി ചൂണ്ടിക്കാട്ടി. കുടുംബങ്ങൾക്ക് ഇത് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്, സാമൂഹിക പ്രത്യാഘാതവും ഉണ്ടാക്കുന്നു. ജോലി ചെയ്യുന്ന അമ്മമാർക്ക് 1 വർഷം അധികമായി ആയമാരെ നിർത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മീഡിയ 1 ദുബൈ. കാഴ്ചകളുമായി ഗൾഫ് ലൈഫിൽ അജി കുഞ്ഞുമോൻ ഉണ്ടാകും. ഗുഡ് നൈറ്റ്.